Hi friends, welcome to our channel. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്ട്രെയിറ്റ് പാന്റിന്റെ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാന്റ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കേ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്ത മെറ്റീരിയൽ കോട്ടൺ ആണ്. ഒരു 2 മീറ്റർ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ തുണി നമുക്ക് 4 ആക്കി മടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളെ ഇലാസ്റ്റിക് ഏത് സൈസിലുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് അത് നോക്കുക. അപ്പോൾ ഞാനിവിടെ എടുക്കാൻ പോകുന്നത് 2 ഇഞ്ചിൻ്റെയാണ്. 2.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. എത്രയാണോ നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ വെടുത്ത് അതിനോടുകൂടി 1/2 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 2.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഇത് നമ്മളുടെ ഹിപ്പിൻ്റെ വിഡ്ത്താണ് എടുക്കേണ്ടത്. എത്രയാണോ നമ്മളുടെ ഹിപ്പിൻ്റെ വണ്ണം അതെടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 36 ആണ്. 36ൻ്റെ 4 ഭാഗം കാണുക. അപ്പോൾ നമുക്ക് 9 കിട്ടും. ആ 9നോട് കൂടി 4 ഇഞ്ച് കൂട്ടിയെടുക്കുക. അപ്പോൾ നമുക്ക് മൊത്തം 13 ഇഞ്ചാണ് വേണ്ടത്. അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എടുക്കേണ്ടത് ക്രോച്ച് ലെങ്ത്ത് അല്ലെങ്കിൽ സീറ്റ് ലെങ്ത്ത് എന്ന് നമ്മൾ പറയും. അപ്പോൾ അത് കാണാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളുടെ ഹിപ്പ് വിഡ്ത്തിൻ്റെ 4 ഭാഗം എടുക്കുക. അതിനോടുകൂടി നമുക്കൊരു 5 ഇഞ്ച് കൂട്ടിയെടുക്കണം. നമ്മളുടെ ഈ ഒരു പോർഷൻ നമ്മളുടെ സീറ്റ് വിഡ്ത്താണ്. നമുക്ക് എത്രയാണോ ഇതിൻ്റെ സീറ്റ് വിഡ്ത്ത് വേണ്ടത് അത് മാർക്ക് ചെയ്യണം. നമ്മൾ നോർമലി ഒരു 2 ഇഞ്ചൊക്കെയാണ് മാർക്ക് ചെയ്യുക. കുറച്ച് സൈസ് കൂടുതലുള്ള ആളുകളാണെങ്കിൽ 2.5, ഒരു എക്സ്ട്രാ ലാർജൊക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ ഒരു 3 വരെ നമുക്ക് സീറ്റ് വിഡ്ത്ത് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമുക്കൊന്ന് ഷേപ്പ് ചെയ്യുക. നമ്മളുടെ ആം ഹോൾ ഷേപ്പ് ചെയ്യുന്ന മാതിരി ഒന്നും ചെയ്യരുത്. ജസ്റ്റ് നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ എടുക്കുന്ന ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് എനിക്ക് വേണ്ടത് ലെങ്ത്ത് എന്ന് പറയുന്നത് 40 ആണ്. അപ്പം ഞാനതിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ വേണ്ടത് അതിനോട് കൂടി 1 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ വിഡ്ത്ത് വേണ്ടത് അത് മാർക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഒരു 7.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഒരുപാട് ലൂസ് വേണ്ട എന്നുള്ളതുകൊണ്ട് 7.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. നമുക്ക് ഇത് ജോയിൻ ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യുക. ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നല്ല വശം കൂടി ചേർത്തിട്ട് നമ്മുടെ സീറ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമുക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 മടക്കാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഇനി നമുക്ക് നമ്മളുടെ ഹിപ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച്
സ്റ്റിച്ച് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ സീറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ സീറ്റ് ലെങ്ത്ത് സ്റ്റിച്ച് ചെയ്തില്ലേ, അതിൽ ഞാൻ കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് സ്റ്റിച്ച് പൊട്ടിച്ചു കൊടുത്താൽ മതി. നമ്മളുടെ ഇലാസ്റ്റിക്കിൻ്റെ സൈസിനനുസരിച്ചാണ് ഞാൻ ജസ്റ്റ് പൊട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് കൂടിയാണ് ഇനി നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ മെഷർമെൻറ്റ് കണക്കാക്കുന്നത് നമ്മളെ ഹിപ്പ് എത്രയാണോ, ഹിപ്പ് റൗണ്ട് നമ്മൾ എടുത്തില്ലേ, ആ ഹിപ്പ് റൗണ്ടിൽ നിന്ന്, അതായത് 36 ആണ് ഞാൻ എടുത്തത്, ആ 36ൽ നിന്ന് 4 ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ ഇലാസ്റ്റിക് എടുക്കേണ്ടത്. ഈ ഒരു പോർഷൻ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഇലാസ്റ്റിക്കാണ് ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു പിന്ന് വെച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് ഇലാസ്റ്റിക് ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇൻസേർട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫൈനലി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 2 ഇലാസ്റ്റിക്കിൻ്റെ അറ്റങ്ങളും ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതേമാതിരി 2 സ്റ്റിച്ച് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ ഫൈനലി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഈ ഒരു ഓപ്പൺ ഏരിയ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ ഫൈനലി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ഇലാസ്റ്റിക് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. കാരണം ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മറിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. അതായത് ഇലാസ്റ്റിക് മറിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുക. വലിച്ചു പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇതേമാതിരി നമുക്ക് 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. കുറച്ചൊരു ഭംഗി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു പാൻറ്റാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.